my people then go say I know one buy, I know one die, I know. Hey guys, welcome back to our channel. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ നമ്മൾ ശങ്കർ കമൽഹാസൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഇന്ത്യൻ 2 മൂവി കണ്ടിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. പുറത്ത് നല്ല കിടിലോസ്കി മഴയായിരിക്കും. സൗണ്ടിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ട്രീംലി സോറി. പുറത്ത് മഴ ആയതുകൊണ്ടാണ്. സോ മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നടവേ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എൻ്റെ മാത്രം അഭിപ്രായമാണ്, തികച്ചും എൻ്റെത് മാത്രമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. ശങ്കർ മൂവി എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൈൻഡ് തോട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് ബ്രഹ്മാണ്ഡ മൂവി. ഓക്കെ, ഇതും ബ്രഹ്മാണ്ഡമായിട്ടുള്ള മൂവി തന്നെയാണ്. കറപ്ഷനാണ് കാണിക്കുന്നത്, ഓക്കെ ശരിയാണ്. പക്ഷെ ഇന്ത്യൻ 1 എന്ന് പറയുന്ന മൂവി വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റൂല. ഓക്കെ, ഇന്ത്യൻ താത്ത, അതായത് സേനാപതി എന്ന് പറയുന്ന ആള്, കമൽഹാസൻ ചെയ്ത സേനാപതി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഉണ്ട്. പുള്ളി ഇതിനകത്ത് എന്തോരം ഗെറ്റപ്പ് ചേഞ്ച് എന്നറിയാം. അതായത് ദശാവതാരം മൂവി ഉണ്ടല്ലോ, നമ്മുടെ കമൽഹാസന്റെ ദശാവതാരം മൂവി, അതിനോട് സിമിലാരിറ്റി തോന്നുന്ന കുറെ ഗെറ്റപ്പുകൾ നമുക്ക് ഇന്ത്യൻ 2-നകത്ത് കമൽഹാസൻ ചെയ്യുന്നത് കാണാൻ പറ്റും. വിഷ്വലി കാണിച്ചേക്കുന്ന എല്ലാം ഭയങ്കരമായിട്ട് കാശ് ഇറക്കി തന്നെ കളിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഇപ്പം ഫസ്റ്റിനകത്ത്, അതായത് ഇന്ത്യൻ 1-നകത്ത് എനിക്ക് തോന്നുന്നു 100, 200, 300, 500 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10,000 വരെയുള്ള കറപ്ഷനുകളാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലക്ഷങ്ങളും കോടികൾക്കും ഒക്കെ മേൽ എന്തെങ്കിലും ഒക്കെ സംഖ്യകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷങ്ങളും കോടികൾക്കും കൊക്കോടികൾ വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എമൗണ്ടുകളുടെ കാര്യങ്ങളൊക്കെയാണ് അത് കാണിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ ഒക്കെ റോൾ നൈസ് റോളാണ്. പുള്ളിയുടെ ചില ഇമോഷൻ സീൻസ് ഒക്കെ നൈസാണ്. പിന്നെ സമുദ്രക്കനി ആ പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വിട്ടുപോയ 3-4 ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, വിവേക്, നടൻ മനോബാല, പിന്നെ നമ്മുടെ നെടുപൊടി വേണിച്ചേട്ടൻ, ഇവരുടെയൊക്കെ ആർട്ടിഫിഷ്യലി കൊണ്ടുവന്നതൊക്കെ ഒക്കെ നന്നായിട്ടുണ്ട്. ചില സീൻസിലൊക്കെ നമുക്ക് ഇത് ആർട്ടിഫിഷ്യലാണെന്ന് നമുക്ക് തോന്നും. ആക്ടർ വിവേകിന്റെ ആണെന്നുണ്ടെങ്കിൽ ചില കൗണ്ടറുകളുണ്ട്, ചില ടൈമിങ്ങളിൽ പറയുന്ന കോമഡികളുണ്ട്. നമുക്കത് അറിയാം, കാരണം നമ്മളൊക്കെ ഇവരുടെ പടങ്ങൾ പണ്ട് തൊട്ടേ കൊണ്ട് വന്നേക്കുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റും ഇത് അവരല്ല എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇന്ത്യൻ താത്ത, അതായത് നമ്മുടെ സേനാപതി എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളിക്കാരന്റെ ഏജ് എന്താണ്? പുള്ളിക്കാരന് അന്ന് തന്നെ 10-70 വയസ്സ്. ഇപ്പൊ പടം കഴിഞ്ഞ് ഇപ്പൊ 2023 കാണിക്കുമ്പോൾ ഒരു 100 വയസ്സിന് മണ്ടയ്ക്ക് എന്തായാലും കാണും. 100 വയസ്സുള്ള മനുഷ്യന് 6 പാക്ക് ബോഡി, ലാസ്റ്റ് ഫൈറ്റ്, ഒറ്റ ഫൈറ്റ് അതിനകത്ത് ഉള്ളു, 6 പാക്ക് ബോഡി വെച്ചുള്ള ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നത്. അതും വിറ്റൊന്നുമല്ല, ഫൈറ്റിനകത്ത് ഞാൻ സ്പോയിലറാ പറയുന്നത്. ബട്ട് എന്നാൽ പോലും പുള്ളിക്കാരൻ കണ്ണടച്ച് കുറെ മർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് ചെറുപറ 6 പാക്കും ബോഡികളൊക്കെ വരുന്നത്. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇതിനകത്ത് ഫുൾ മർമ്മത്തിന്റെ കളികളാണ്. അതായത് മർമ്മം വെച്ച ആൾക്കാരെ, പുള്ളിക്കാരന്റെ മുന്നിൽ ഏത് തോക്കും മിസൈലും ബോംബും കൊണ്ടൊക്കെ ആൾക്കാർ വന്നത് പോലും പുള്ളിക്കാരൻ ഈ 2 വിരൽ കൊണ്ടാണ് പുള്ളിക്കാരൻ ആൾക്കാരെല്ലാം ഡിഫീറ്റ് ചെയ്യുന്നത്. പിന്നെ അത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്ക്, അല്ലെങ്കിൽ ആ മർമ്മം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്ക് എന്താ പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആള് ആയത് എന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളിക്കാരൻ അടുത്ത സീനിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞു തരും, ഇന്ന മർമ്മത്താണ് ഞാൻ ചെയ്തത്, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് സേനാപതിയുടെ ക്യാരക്ടർ നമുക്ക് തന്നെ പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയാ, വലിയ കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, പുള്ളി ആയത് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു അവസ്ഥ ഇതുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കൺവിൻസ് ആവും. ഇതിനകത്ത് എസ് ജെ സൂര്യ ഉണ്ട്. എസ് ജെ സൂര്യയുടെ ഒക്കെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. തേർഡ് പാർട്ടിനകത്ത് എസ് ജെ സൂര്യക്കൊക്കെ കുറച്ചൊക്കെ നല്ല സ്പേസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിനൊരു 3-ാം ഭാഗമുണ്ട്. ഫിലിം ബൈ ശങ്കർ എന്ന് ലാസ്റ്റ് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളാരും എഴുന്നേറ്റ് പോകരുത്. കാരണം ഇതിന്റെ 3-ാം ഭാഗത്തിന്റെ ഒരു ട്രെയിലർ പീസ് പോലെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. സോ അതുകൂടെ കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ. ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഒന്നുമില്ല. സോ ഇനിയും പ്രതീക്ഷകളെല്ലാം തേർഡ് പാർട്ടിനകത്താണ്. പണ്ടത്തെ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള കുറച്ച് ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണെന്നാണ് ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എസ് ജെ സൂര്യയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ. സോ അപ്പോൾ എസ് ജെ സൂര്യയുടെ ആ വില്ലനിസം ഒക്കെ മേ ബി നമുക്ക് തേർഡ് പാർട്ടിനകത്ത് കാണാം. പിന്നെ എന്താ പറയാ, നിങ്ങള് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വെച്ചുകൊണ്ട് പോയി കാണണ്ട. കാരണം എക്സൈറ്റ്മെന്റ് ഉള്ളതൊന്നും ഇല്ല അതിനകത്ത്. സോ നിങ്ങൾ ഒരു ശങ്കർ പടം, ഒരു ബ്രഹ്മാണ്ഡ പടം ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൊരു പ്രതീക്ഷയോട്. 3 മണിക്കൂറുടെ പടം, 3 മണിക്കൂറൊക്കെ ഇരുന്ന് എഴഞ്ഞു നീങ്ങും. എൻ്റെ ദൈവമേ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, മറ്റേ നമുക്ക് ഈ ഫോർവേഡ് അടിച്ചു വിടാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കാരണം അതുപോലെ എഴച്ചിലെന്ന് പറഞ്ഞാൽ എഴച്ചിൽ 3 മണിക്കൂറൊക്കെ മനുഷ്യനെ ഇരുത്ത് വെറുപ്പിച്ചു. ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേരെല്ലാം, പയ്യന്മാരെല്ലാം, അല്ലെങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്കെല്ലാം കംപ്ലീറ്റ് നിരാശയാണ്. അവർക്കെല്ലാവർക്കും ലാഗ് അടിച്ച് അതിനെ മിക്ക ആൾക്കാരും ഇരുന്ന് ഉറക്കമായിരുന്നു. കാരണം ആൾക്കാർക്കൊക്കെ ബോറടിച്ച് തുടങ്ങി.
സെക്കൻഡ് ഹാഫ് കഴിയാറാകാൻ പോലും ആൾക്കാർ നിന്നില്ല. അതിന് മുമ്പേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെയും കുറേ ആൾക്കാർ ഇരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്ത് വന്നാലേ ടിക്കറ്റ് എടുത്തതല്ലേ എന്തായാലും കണ്ട് ഇത്രയും കണ്ട് കുറച്ചും കൂടെ കണ്ടാൽ എന്താ എന്നുള്ള രീതിയിൽ ഇരുന്ന ആൾക്കാരാണ് മിക്കവരും. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയേനെ. കാരണം അമ്മാതിരി ലാഗാണ്, ഒന്നുമില്ല അതിനകത്ത്. ഒരു സേനാപതി എന്ന് പറയുന്ന ഒരാളിനെ നമ്മൾ ഇന്ത്യൻ വണ്ണിനകത്ത് നമുക്ക് ഇങ്ങനെ വെച്ചിരുന്ന നമ്മൾ ആ ഒരു വ്യക്തിനെ അവർ വെറുതെ ബഫൂൺ പോലെ ആക്കിയേക്കുവാണ് ഇതിനകത്ത്. അല്ലെങ്കിൽ ഈ സ്റ്റോറി അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ 2 എന്നുള്ള രീതിയിൽ ആക്കാതെ വേറെ എന്തെങ്കിലും ഒരു രീതിയിലാണ് കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് മേ ബി കുറച്ചും കൂടെ നമുക്ക് കൺവിൻസ് ആയത്. ബട്ട് ഒരു ഇന്ത്യൻ 1-നകത്ത് ആ ഒരു സേനാപതി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഒരിക്കലും ഇങ്ങനൊന്നും അല്ലടെ നമ്മുടെ ഒന്നും മൈൻഡിൽ. അല്ലെങ്കിൽ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് കൺവിൻസ് ആവാത്തത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആശ അവരെ ഇറക്കിയത് മൊത്തം ഈ ബ്രഹ്മാണ്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതന്നെ ഇതിനകത്ത് മർമ്മം ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും കുതിരകളായി പോകുന്ന കുറേ സീനൊക്കെ ഉണ്ട്. മേ ബി ഇതൊക്കെ ഉള്ളതായിരിക്കാം. മേ ബി മർമ്മങ്ങളെ പറ്റി വലുതായിട്ടൊന്നും അറിവില്ലാത്തതുകൊണ്ട് മേ ബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. അതായത് മർമ്മം കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആണെന്ന് പറയുന്ന ഒരിൽ നിന്ന് പെണ്ണിന്റെ സ്വഭാവ രീതിയിലോട്ട് മാറുന്ന ഏതെങ്കിലും മർമ്മങ്ങളൊക്കെ കൊണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചില മർമ്മത്ത് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ കുതിരകളായിട്ട് മാറുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് മേ ബി ഇതൊക്കെ ഉള്ളതായിരിക്കാം, ബട്ട് ഐ ഡോണ്ട് നോ. എന്തായാലും പടം എനിക്ക് ഭയങ്കര നിരാശയാണ് തന്നത്. സോ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക, അല്ലാത്ത പക്ഷം OTT ഒക്കെ ആകുമ്പോൾ കാണുക. എന്തായാലും കളക്ഷൻ കുറച്ചൊക്കെ കിട്ടും. കാരണം ഫസ്റ്റ് ഡേ തന്നെ എല്ലാ ടിക്കറ്റുകളും സെയിലായിട്ടുണ്ട്. എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ഷോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ഷോസും ഹൗസ്ഫുള്ളാണ്. ഇനി നാളെ തൊട്ടുള്ളത് എല്ലാവരും എഴച്ചിലായിരിക്കും. അപ്പം ഇനി എന്തായാലും ഇന്ത്യൻ 3-ൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കിക്കൊള്ളുക. അപ്പം ടാറ്റ. Just to make sure money day. But my people then go say I don't want buy.